പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വരാനും ഇവിടെ വന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനും ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ആദ്യമായി എൻ്റെ പേര് അമൃത പ്രതീഷ്, ഇതെൻ്റെ അമ്മ ധന്യ പ്രതീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2024 5/10/2024 ഇവിടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് 2023 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിച്ച് 2024 തൊട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ സ്പീക്കിംഗ് ഒഴിച്ച് റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ഞാൻ ഒറ്റയടിക്ക് തന്നെ പാസ്സായി. സ്പീക്കിംഗ് മാത്രം ഞാൻ പാസ്സായില്ല. അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ പാസ്സായതിന് ശേഷം എനിക്ക് സ്പീക്കിംഗ് എക്സാം പാസ്സാവാൻ എളുപ്പമായിരുന്നു ഓർത്ത് ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ സ്പീക്കിംഗ് എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പരീക്ഷ എഴുതി, പാസ്സായില്ല. ഓരോ എക്സാമിന് പോകുമ്പോഴും നല്ല സാമ്പത്തിക ചിലവുണ്ട്. ഓരോ പരീക്ഷ ഒരു മൊഡ്യൂളിന് തന്നെ നല്ല പൈസയാവും. പിന്നെ യാത്രാ ചിലവ് ഇതിനൊക്കെ നല്ല പൈസയാവും. ഡേറ്റ് കിട്ടാനും പാട്. അങ്ങനെ വളരെയധികം വിഷമിച്ചിരുന്നു. അതിനുശേഷം 3 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യം എഴുതി, 5 പ്രാവശ്യം എഴുതി, 6 പ്രാവശ്യം വരെ ഞാൻ സ്പീക്കിംഗ് പരീക്ഷ എഴുതി. അത് ഇന്ത്യയിലെ പല ഡൽഹി, പഞ്ചാബ്, കൊൽക്കത്ത അവിടെയൊക്കെ പോയി എഴുതി. ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് ആരും സഹായിക്കാനോ അല്ലെങ്കിൽ മാതാവ് എന്നെപ്പറ്റി പിന്നെ ഞാൻ അറിയാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരികൾ വഴി പറഞ്ഞു, മാതാവിന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി കഴിഞ്ഞ് ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിച്ചാൽ നീ പാസ്സാവുമെന്ന് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കൂട്ടുകാരികളൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ പിന്നെ എക്സാം എഴുതിയിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്തു, സാക്ഷ്യത്തിലൊക്കെ പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്കൊന്നും കിട്ടില്ല, കുറച്ചും കൂടെ മാതാവിൻ്റെ അടുത്ത് അറിഞ്ഞ് അനുതാപം വന്ന് ഉടമ്പടി കൃത്യയോടെ പാലിച്ചൊക്കെ ചെയ്തുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും. മാതാവിനെ കൂടുതൽ അടുക്കാനൊക്കെ പറ്റിയാൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് ഞാൻ പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഞാൻ പാസ്സായില്ല. അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ തന്നെ വെച്ച് ഒരു ഏജൻസിയെ സമീപിച്ചു. 3 മൊഡ്യൂൾ വെച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏജൻസിയുടെ അടുത്ത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു 3 ലക്ഷം രൂപയും കൂടെ അടച്ച് ഇടുകയാണെങ്കിൽ ഉടനെ തന്നെ എല്ലാം പെട്ടെന്ന് കോൺട്രാക്റ്റൊക്കെ വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10 മാസമൊക്കെ കഴിഞ്ഞു. ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ 2025 ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ പങ്കെടുത്തേ പിന്നെ എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്, ഇത്രയും നാളായിട്ടും പ്രോസസ്സിങ് ഒന്നും ആയില്ലല്ലോ, നീ 3 ലക്ഷം രൂപ പൈസ കൊടുത്തിട്ടില്ലേ, ഒന്നില്ലെങ്കിൽ അത് റീഫണ്ട് വാങ്ങുക, അവർ നിന്നെ പറ്റിക്കുക എന്നുള്ളൊരു മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കും പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് പാരൻസുമായിട്ട് ഇടപെട്ട് ഏജൻസിനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എംപ്ലോയർ വന്നില്ല, ഇൻ്റർവ്യൂ വന്നില്ല, കുറച്ച് ആളും കൂടെ വെയിറ്റ് ചെയ്യും, ഇനി വേക്കൻസി വരും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് 3 ലക്ഷം രൂപ തിരിച്ച് വാങ്ങുന്നുള്ളൊരു മാത്രമാണ് എനിക്ക് മനസ്സിൽ വന്നുള്ളൂ. അങ്ങനെ അവരോട് കൂടുതലായിട്ട് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് പൈസ തരാൻ പറഞ്ഞു. 1 രൂപ പോലും കുറയാതെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലം എനിക്ക് ആ പൈസ 1 രൂപ കുറയാതെ എനിക്ക് ആ പൈസ മുഴുവനായിട്ട് തിരിച്ചു തന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഏജൻസിനെ സമീപിച്ചു. അപ്പോൾ ആ ഏജൻസി പറഞ്ഞു ഫുൾ മൊഡ്യൂൾ പാസ്സാവാണ്ട് പോകാൻ പറ്റില്ല, ജർമ്മനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇനി എക്സാം എഴുതാനായിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് പാസ്സാവും എന്നൊക്കെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടു. അപ്പം ഞാനിവിടെ വന്ന് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും ആയിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ തന്ന കാശുരൂപം വെച്ച് പരീക്ഷ എഴുതാൻ പോയി. ഞാൻ ട്രിച്ചിയാണ് എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതാൻ പോയപ്പോൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധിയോടുകൂടി ഞാൻ ഉപയോഗിച്ചു. പരീക്ഷ എഴുതിയപ്പോൾ സ്പീക്കിംഗ് പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ ക്ലാസ് റൂമിൻ്റെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ വിതറി. അതിനുശേഷം എക്സാമിനൊക്കെ സ്പീക്കിംഗ് ഒക്കെ എനിക്ക് എങ്ങനെയോ ആൻസർ എൻ്റെ ചെവിയിൽ വന്ന്
പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ വരാൻ എനിക്കൊരു 45 ദിവസം എടുക്കുമെന്നാണ് ഒരു പറഞ്ഞത്. അപ്പം ആ 45 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ നിൽക്കുന്ന കൃപാസന മാതാവ് ഗർഭിണിയായിട്ട് ആ മാതാവ് എൻ്റെ തലയിൽ വന്ന് കൈ വയ്ക്കണ സ്വപ്നം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര ഇമോഷണലായി, എനിക്ക് സങ്കടമൊക്കെ വന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ 4 എന്നുള്ളൊരു സംഖ്യ എപ്പോഴും തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ സ്വപ്നത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ ഓർത്തു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 4. ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് മാതാവ് തരാനുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്സാം റിസൾട്ട് വന്നപ്പോൾ മാതാവ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് തന്നു. മാതാവ് എനിക്ക് എക്സാം പാസ്സാക്കി തന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടെ മാതാവ് ഈശോയുടെ ഇടപെട്ടിട്ട് എനിക്ക് അത്രയും സ്പീക്കിങ്ങിന് എനിക്ക് പാസ്സാക്കി തന്നു. അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. സാമ്പത്തികത്തിൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കയ്യിലോട്ട് അപ്പം തന്നെ എടുക്കാനില്ല എങ്കിലും പക്ഷേ എങ്ങനെയൊക്കെയോ കിട്ടിക്കൊണ്ടിരുന്നു. മാതാവ് ഈശോയുടെ ഇടപെട്ടു. പിന്നെ അതേപോലെ തന്നെ ഏജൻസി സമീപിച്ചു, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ കോൺട്രാക്റ്റ് ഉടനെ തന്നെ വന്നു. അതിന് വിസയ്ക്ക് ഉടനെ ഡേറ്റ് എടുത്തു. മാർച്ച് 18 ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഈ ഏപ്രിൽ 11 ഈ ശനിയാഴ്ച എനിക്ക് വിസ വന്നു. എൻ്റെ മനസ്സിൽ 4 എന്നുള്ള സംഖ്യ എൻ്റെ മനസ്സിൽ മറിഞ്ഞു പോകണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഈ പാസ്പോർട്ടിൽ 4ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നത്. അതിനുശേഷം ഞാൻ വിസ അടിച്ച് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവെ ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഈ ചൊവ്വാഴ്ച തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിങ്ങോട്ട് ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വെളുപ്പാങ്കളത്ത് മൂക്കിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. അത് എനിക്കറിയില്ല. ഞാൻ മുറിയിൽ കതകടച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ മൂക്കിൽ നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി. ഞാൻ അടുത്ത മാസം ഏപ്രിൽ 23 ജർമ്മനിക്ക് പോവുകയാണ്. ഇതെൻ്റെ കഴിവുകൊണ്ടോ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇനി എൻ്റെ മുന്നോട്ടും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി ചിട്ടയോടെ ജീവിക്കും. ഇനി കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഞാൻ അമ്മയുടേക്ക് മൈക്ക് കൈമാറാം. കൊച്ചു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എല്ലാ വഴി അടഞ്ഞപ്പോഴാണ് മാതാവ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, പലരും പറഞ്ഞിട്ട്. 2 വർഷം താമസിച്ചുവെങ്കിലും മാതാവ് ഇപ്പോൾ എല്ലാം നടത്തി തന്നു ഭംഗിയായിട്ട്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഓരോ ആപത്തുകളും നീങ്ങിപ്പോയതാണ്. വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണപ്പോൾ അതൊരു ആപത്തും കൂടാതെ ഞങ്ങൾ സംരക്ഷിച്ചു. ആഴ്ചയിലൊരു ദിവസം നേർച്ച വസ്തുക്കൾ പെരയ്ക്ക് ചുറ്റും ഇട്ടിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സങ്കീർത്തനം 91:10-12 വചനം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് സംരക്ഷണം വീടിനും ഞങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഒരു വസ്തു 8 വർഷമായിട്ട് വിൽപ്പനയൊന്നും നടക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ കൃപാസനത്തിലെ ഈ ഉപ്പ് കൊണ്ടുപോയിട്ട് ഒരു തരി അവിടെ ഇടാൻ പോലുള്ള സാഹചര്യം അല്ലായിരുന്നു. നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് 4ാം ദിവസം ഫാസ്റ്റ് ട്രാക്കിലൂടെ എല്ലാ ഡോക്യുമെൻറ്റും ശരിയാക്കി 1 മാസം കൊണ്ട് ആധാരം കഴിഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ അത്ഭുതം തന്നെയാണിത്. ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള കാലത്തും അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കും, ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായം കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കെട്ടി രോഗികൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ പത്രം ടൗണിൽ കൂടെയൊക്കെ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ബൈബിള് മുടങ്ങാതെ 1/2 മണിക്കൂർ വായിക്കും. പ്രാർത്ഥന അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടും, ധ്യാനം മുടങ്ങാണ്ട് കൂടും. പിന്നെ അതേപോലെ സ്വഭാവത്തിൽ അനുദപിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ശത്രുക്കളോടൊക്കെ ആണെങ്കിലും ഒരു സ്നേഹത്തോടുകൂടി പെരുമാറാനൊക്കെ ഞങ്ങൾക്ക് വന്നു. ഇത്രയും അനുഗ്രഹങ്ങളും മാതാവ് ഈശോയും തന്നതിന് കൃപാസന മാതാവിന് 1000 കോടിയും നന്ദി പറയുന്നു.